നമസ്കാരം, മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. കല്യാണം വേണ്ടെന്ന് സ്ത്രീകൾ, പ്രസവിക്കാൻ മനസ്സില്ലെന്ന് പുതുതലമുറ യുവതികൾ. സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചാരത്തിൽ പരന്നുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. പെണ്ണുങ്ങളുടെ കല്യാണക്കാര്യം സംബന്ധിച്ച വിവാദമാണ്. പ്രശസ്ത എഴുത്തുകാരനും UN ഉദ്യോഗസ്ഥനുമായ മുരളി തുമ്മാരുകുടി സ്വന്തം ഫേസ്ബുക്ക് പേജിലൂടെ ഷെയർ ചെയ്ത ഒരു വീഡിയോ ആണിത്. ഒരു പെൺകുട്ടി പലതരം വേഷങ്ങൾ അണിഞ്ഞുകൊണ്ട് നൃത്തം ചെയ്യുന്ന രംഗമാണിത്. ഇതിനൊപ്പം പാടുന്ന പാട്ടാണ് വലിയ ജനശ്രദ്ധ നേടിയിരിക്കുന്നത്. വരികൾ തുടങ്ങുന്നത് തന്നെ പെണ്ണുങ്ങൾക്ക് കല്യാണം വേണ്ട എന്നും പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ വേണ്ട എന്നും പെണ്ണുങ്ങളുടെ ലെവൽ മാറി എന്നും ഒക്കെയുള്ള വരികൾ കൊണ്ടാണ് ബി എന്റർടൈൻമെന്റ് നിർമ്മിച്ച ഈ വീഡിയോ ഇതിനകം തന്നെ 5 ലക്ഷത്തിലധികം ആൾക്കാർ കണ്ടു. എസ് ബിനേഷ് എന്നയാളാണ് ഈ വീഡിയോയിലെ പാട്ട് എഴുതിയിട്ടുള്ളത്. ഏതായാലും ഈ പാട്ടിന്റെ വരികളും അതിന്റെ അർത്ഥവും ഒരു തലമുറയെ തന്നെ വഴിതെറ്റിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമ്മുടെ കേരളം ഇപ്പോൾ പഴയ കേരളമൊന്നുമല്ല. കേരം തിങ്ങുന്ന കേരളവും പരശുരാമൻ മഴുവെറിഞ്ഞ് ഉണ്ടാക്കിയ കേരളവും ഒക്കെ മലയാളിയുടെ ഒരു ഗൃഹാതുര ഓർമ്മ മാത്രമായി ഇപ്പോൾ അവശേഷിക്കുന്നു എന്നതാണ് വാസ്തവം. പുതിയ ജനറേഷൻ എന്ന മുഖമുദ്രയുമായി നമ്മുടെ യുവതി യുവാക്കൾ അങ്ങനെ പറന്നു നടക്കുകയാണ്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, എല്ലാ ബന്ധങ്ങളും എല്ലാ നിയന്ത്രണങ്ങളും ലംഘിച്ചുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ സ്വയം മറന്ന് ആകാശത്തിന്റെ അതിരുകൾക്ക് അപ്പുറത്തേക്ക് പറക്കുവാൻ ശ്രമിക്കുന്നു എന്ന പരമ മണ്ടത്തരമാണ്. ഈ വീഡിയോയിലെ പാട്ടിന്റെ വരികൾ കൗമാരം കഴിഞ്ഞ യുവത്വത്തിന്റെ ലഹരിയിൽ നിൽക്കുന്ന എല്ലാ പെൺകുട്ടികളെയും ആകർഷിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. പുതിയ തലമുറയുടെ ജീവിത സാഹചര്യവും അന്തരീക്ഷവും സ്വയം ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാറ്റിയെടുക്കുവാൻ ശ്രമിക്കുന്ന യുവതലമുറയാണ് നമുക്ക് മുമ്പിലുള്ളത്. അതുകൊണ്ടാണ് ആണിനെ വേണ്ട എന്നും കല്യാണം വേണ്ട എന്നും കുടുംബം വേണ്ട എന്നും പ്രസവം വേണ്ട എന്നുമൊക്കെ അഹങ്കാരത്തോടെ സ്വയം മറന്ന് വിളിച്ചു പറയുവാൻ കഴിയുന്നത്. ഇത്തരത്തിൽ സമനില വിട്ട് ചിന്തിക്കുന്ന നമ്മുടെ മക്കളായ പുതിയ തലമുറയെ തിരികെ വിളിച്ച് അവരുടെ തെറ്റായ വിശ്വാസങ്ങളെയും ധാരണകളെയും തിരുത്തുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ഏറെ വൈകാതെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന നമ്മുടെ കേരളം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഭ്രാന്താലയമായി മാറും എന്നതാണ് ഇതിന്റെ ദുരന്തമായ അവസാനം. നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് മാത്രമല്ല, നമ്മുടെ കൊച്ചു കേരളത്തിന് അഭിമാനത്തോടെ എടുത്തു പറയുവാൻ കഴിയുന്ന മഹത്തായ പാരമ്പര്യവും പൈതൃകവും സംസ്കാരവും ഒക്കെയുണ്ട്. ഇത് കാലങ്ങളായി പൈതൃകമായി നമുക്ക് നിലനിർത്താൻ കഴിയുന്നത് മനുഷ്യരുടെ നല്ല രീതിയിലുള്ള ഭാവി ജീവിതത്തിന് വേണ്ടിയാണ് എന്ന കാര്യം ഓർക്കേണ്ടത് തന്നെയാണ്. മതപരമായും ജാതിപരമായും വ്യത്യസ്തതകൾ നിലനിൽക്കുമ്പോൾ പോലും സൗഹൃദവും സാഹോദര്യവും നിലനിർത്തുവാനും മാതൃകാപരമായ കുടുംബ ബന്ധവും ജീവിതവും നിലനിർത്തി പോകുവാനും നമുക്ക് കഴിയുന്നത് നമ്മുടെ അപ്പൂപ്പന്മാർ നമുക്ക് കാണിച്ചു തന്ന നന്മയുടെ വഴികൾ അടയാതെ കിടക്കുന്നത് കൊണ്ട് കൂടിയാണ്.
എന്നാൽ പുതിയ തലമുറ ഈ വഴിത്താരകളെ തള്ളിമാറ്റി സ്വന്തം സുഖജീവിതത്തിന്റെ മാസ്മരികമായ വഴികളിലേക്ക് പാഞ്ഞു പോകാൻ ശ്രമിക്കുകയാണ്. എന്താണ് നമ്മുടെ മുൻ തലമുറകൾ നമുക്ക് മുമ്പിൽ കാണിച്ചു വെച്ചത് എന്ന് തിരിഞ്ഞു നോക്കാൻ പോലും നമ്മുടെ പുതിയ തലമുറ മടിക്കുകയാണ്. ഇന്ത്യയിൽ ഒരു വർഷത്തിൽ 12 കോടിയോളം വിവാഹങ്ങൾ നടക്കുന്നു എന്നാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇത്തരം വിവാഹങ്ങളിൽ 90% കുടുംബങ്ങൾ തമ്മിൽ ആലോചിച്ച് നടത്തുന്ന വിവാഹങ്ങളാണ്. 2020 പുറത്തു വന്ന വിവാഹ സംബന്ധമായ രേഖകൾ വ്യക്തമാക്കുന്നത് 45% സ്ത്രീകളും വിവാഹിതരായി കുടുംബജീവിതം നയിക്കുന്നു എന്നതാണ്. അതുപോലെ തന്നെ 42% പുരുഷന്മാരും വിവാഹിതരായി കുടുംബജീവിതം നയിക്കുന്നതാണ്. ഇത്തരത്തിൽ നടക്കുന്ന വിവാഹങ്ങളിൽ 3% വിവാഹിതർ മാത്രമാണ് വിവാഹബന്ധം വേർപ്പെടുത്തുകയും അല്ലെങ്കിൽ വിധവകൾ ആവുകയും ചെയ്യുന്നത്. ബാക്കി ഭൂരിപക്ഷവും ബന്ധങ്ങൾ നിലനിർത്തി കുടുംബജീവിതത്തിൽ കഴിയുന്നവരാണ്. ലോകത്തിൽ ഏറ്റവും കുറവ് വിവാഹമോചനങ്ങൾ നടക്കുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ് എന്ന കാര്യവും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത തന്നെയാണ്. ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിന് ലോകം അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന മഹത്തായ ഒരു സംസ്കാരവും പാരമ്പര്യവുമുണ്ട്. ഇത് എല്ലാം ജനങ്ങളുടെയും സ്വൈര ജീവിതത്തിനും സുഖജീവിതത്തിനും വേണ്ടി നമ്മുടെ പൂർവികർ ഒരുക്കിയെടുത്ത ജീവിതപാതയുടെ ഫലമാണ്. രാജ്യത്ത് എല്ലായിടത്തുമായി ഒരു ദിവസം ശരാശരി 1.41 ലക്ഷം വിവാഹങ്ങൾ നടക്കുന്നു എന്ന കണക്കും റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. റിപ്പോർട്ടിലെ കണക്ക് പ്രകാരം പുതിയ തലമുറയിലെ യുവാക്കളിൽ 15% മുതൽ 20% വരെ വിവാഹ ജീവിതത്തെ വേണ്ട എന്ന് തീരുമാനിക്കുന്നവരാണ്. ഇത്തരത്തിൽ വിവാഹബന്ധത്തെ ആഗ്രഹിക്കാത്ത യുവാക്കൾ വർദ്ധിച്ചു വരുന്നു എന്നതും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2011 വിവാഹബന്ധത്തോട് എതിർപ്പ് കാണിച്ച യുവാക്കൾ 20% ആയിരുന്നുവെങ്കിൽ 2019 ഇത് 26% വർദ്ധിച്ചിട്ടുണ്ട്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിവാഹമോചനങ്ങൾ നടക്കുന്നത് മഹാരാഷ്ട്രയിലും രണ്ടാമത് കർണാടകയിലുമാണ് എന്ന് ഇത് സംബന്ധിച്ച രേഖകളിൽ പറയുന്നുണ്ട്. കണക്കുകളും വസ്തുതകളും ഇതൊക്കെയാണെങ്കിലും നമ്മുടെ നാട്ടിലെ പുതിയ തലമുറ പെൺകുട്ടികളും ആൺകുട്ടികളും പതിവുകൾക്ക് വിരുദ്ധമായി മാതൃകാപരമായ ജീവിതത്തെ ഉപേക്ഷിച്ചുകൊണ്ട് കുത്തഴിഞ്ഞ ജീവിതത്തിലേക്ക് ആഭിമുഖ്യം കാണിക്കുന്നു എന്നത് നമുക്ക് ചുറ്റുമുള്ള പരിസരം തന്നെ വ്യക്തമാക്കുന്ന കാര്യം തന്നെയാണ്. കേരളം വഴിവിട്ട പുതിയ തലമുറയുടെ കൈകളിലേക്ക് മാറുന്നു എന്നത് തിരിച്ചറിയാൻ ഇവിടെ കണ്ടുപിടിക്കപ്പെടുന്ന മയക്കുമരുന്നുകളിലും ലഹരി മരുന്നുകളിലും അകപ്പെട്ടിട്ടുള്ളവരുടെ പേരുകൾ പോലീസും എക്സൈസും പുറത്തുവിടുമ്പോഴാണ് കഞ്ചാവും മറ്റു മയക്കുമരുന്നുകളും ഇപ്പോൾ ഉപയോഗിക്കുന്നതും വിപണനം നടത്തുന്നതും ചെറുപ്പക്കാരികൾ അടക്കമുള്ളവരാണ് എന്നത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. ലഹരി ആസ്വദിച്ചുകൊണ്ട് എല്ലാം മറന്ന് ജീവിക്കുവാൻ കിട്ടുന്ന അവസരമാണ് സൗഭാഗ്യം എന്ന ചിന്തയിലേക്ക് നമ്മുടെ പെൺകുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് കല്യാണം വേണ്ട, പ്രസവം വേണ്ട, ആണുങ്ങളെ വേണ്ട, സ്ത്രീധനം വേണ്ട, ഒന്നും വേണ്ട എന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുവാൻ ചെറുപ്പക്കാരികൾ തയ്യാറാകുന്നത്. വിവാഹം ഉപേക്ഷിച്ച് കുടുംബജീവിതം വേണ്ട എന്ന് തീരുമാനിച്ച് പ്രസവിക്കുന്ന കാര്യത്തിൽ മടുപ്പ് കാണിച്ച് പുതിയ തലമുറ മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം മറന്നു പോകേണ്ടതില്ല. നിങ്ങളെക്കാൾ എത്രയോ കാലം മുമ്പ് ഇത്തരത്തിൽ ഉള്ള സമനില വിട്ട ആസ്വാദനങ്ങളിൽ വീണ പാശ്ചാത്യ രാജ്യങ്ങളിലെ വികസിത ജനസമൂഹം പോലും ഇപ്പോൾ ഇത്തരത്തിലുള്ള മാസ്മരിക ജീവിതം ശാശ്വതമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ത്യയുടെയും നമ്മുടെ കേരളത്തിന്റെയും പഴയകാല സംസ്കാരവും കുടുംബ ബന്ധങ്ങളും മനസ്സിലാക്കുവാൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം പുതിയ തലമുറ കാണാതെ പോകരുത്. നമ്മുടെ കുടുംബ ബന്ധങ്ങളും കുടുംബങ്ങളിൽ നിലനിൽക്കുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും എത്ര കാലം പഴകിയാലും മഹത്തരമായിരിക്കും എന്ന ബോധ്യം വന്നതുകൊണ്ടാണ് മദാമ്മമാരും സായിപ്പന്മാരും നമ്മുടെ കേരളത്തിലെത്തി നമ്മുടെ ജീവിതം കണ്ടു പഠിക്കാൻ തയ്യാറാകുന്നത്. ഒരു കാര്യം പുതിയ തലമുറ യുവാക്കൾ ഓർമ്മിക്കേണ്ടതാണ്. നിങ്ങൾ എന്ത് തീരുമാനമെടുത്തുകൊണ്ടും ജീവിക്കാൻ അവകാശമുള്ള ഇന്ത്യയിലെ പൗരന്മാരാണ്. പക്ഷെ നിങ്ങളും അടങ്ങുന്നതാണ് സമൂഹം എന്ന കാര്യം മറക്കേണ്ടതില്ല. സമൂഹത്തിൽ നിന്നും നിങ്ങളുടെ കുടുംബത്തിലേക്കും അവിടെ നിന്നും ഞങ്ങൾ എന്ന വ്യക്തിയിലേക്കും ഒതുങ്ങുമ്പോൾ ആ വ്യക്തി ജീവിതത്തിൽ കാണിക്കേണ്ട ചില ധർമ്മങ്ങളും കർമ്മങ്ങളുമുണ്ട്. അത് നിഷേധിക്കാൻ ശ്രമിച്ചാൽ കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല. നിങ്ങളിപ്പോൾ പഠിച്ചു വളർന്ന് വലിയ ഉദ്യോഗസ്ഥരും വലിയ ശമ്പളക്കാരും ഒക്കെയായി മാറിയിരിക്കാം. പക്ഷേ നിങ്ങളുടെ ശൈശവവും ബാല്യവും കൗമാരവും മറന്നു പോകരുത്. അച്ഛനമ്മമാരുടെ മടിയിലും തോളിലുമായി വളർച്ചയുടെ പടവുകൾ നിങ്ങൾ കടന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും അളവുകൾ ചെറുതായെങ്കിലും ഓർമ്മിച്ചു നോക്കേണ്ടതാണ്. അതെല്ലാം കഴിഞ്ഞാണ് നിങ്ങളെല്ലാം ഇപ്പോൾ വലിയ കേമന്മാരായി മാറിയിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ ചൊരിഞ്ഞു തന്ന സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും നിമിഷങ്ങൾ നിങ്ങളുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ബാധ്യത നിങ്ങൾ മറക്കേണ്ടതില്ല. മറിച്ചായാൽ നിങ്ങൾ അടക്കമുള്ള ഇന്നത്തെ തലമുറയുടെ സർവനാശമായിരിക്കും അവസാന ഫലം. നന്ദി, നമസ്കാരം.